ഈ വാക്കുകൾ കേൾക്കൂ. അർജുന ഉവാച. യുദ്ധകളത്തിൽ നീണ്ട 27 ശ്ലോകങ്ങളുടെ ഒരു കനത്ത നിശബ്ദതയ്ക്ക് ശേഷം നമ്മുടെ കഥാനായകനായ അർജുനൻ ഉച്ചരിക്കുന്ന ആദ്യത്തെ വാക്കുകളാണിത്. സംസ്കൃതത്തിൽ നിന്ന് പരിഭാഷപ്പെടുത്തുമ്പോൾ ഇത് വളരെ ലളിതമായി തോന്നാം, അല്ലേ? അർജുനൻ പറഞ്ഞു. പക്ഷേ ഈ ലളിതമായ വാക്കുകൾക്ക് പിന്നിൽ വലിയൊരു ഭാരമുണ്ട്. എല്ലാവരും കാത്തിരുന്നത് ഈ ഒരു നിമിഷത്തിനാണ്. ഇവിടെയാണ് കഥയുടെ ഗതി മാറുന്നത്. ഇതൊരു വീരനായകന്റെ യുദ്ധപ്രഖ്യാപനമായിരുന്നില്ല. അല്ല, മറിച്ച് ഒരു സമ്പൂർണ്ണ തകർച്ചയുടെ തുടക്കമായിരുന്നു. ഒരു മനുഷ്യന്റെ ഉള്ളു പിടയുന്നതിന്റെ ആരംഭം. രംഗം കുരുക്ഷേത്ര യുദ്ധക്കളമാണ്. ഒന്ന് മനസ്സിൽ കണ്ടു നോക്കൂ. തന്റെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ പോരാട്ടത്തിന് തയ്യാറെടുത്ത് നിൽക്കുന്ന അർജുനൻ. അദ്ദേഹത്തിന് മുകളിലുള്ള ആ സമ്മർദ്ദമൊന്ന് ആലോചിച്ചു നോക്കൂ. അപ്പോ അർജുനൻ ഒരു വാക്ക് മിണ്ടുന്നതിന് മുൻപ് എന്തൊക്കെയാണ് സംഭവിച്ചത്? ഒരു വശത്ത് ശത്രുക്കളുടെ വീമ്പിളക്കലുകൾ, മറുവശത്ത് ഇരു സൈന്യങ്ങളിൽ നിന്നും കാതടപ്പിക്കുന്ന ശംഖോലികൾ. ഇതിനെല്ലാം ഒടുവിൽ തൻ്റെ പ്രിയപ്പെട്ടവരുടെ, സ്വന്തം ബന്ധുക്കളുടെ മുഖത്തേക്ക് നോക്കുന്ന ആ ഒരു നിമിഷം. ശരിക്കും പറഞ്ഞാൽ സംസാരിക്കുന്നതിന് മുൻപേ അദ്ദേഹം തളർന്നു കഴിഞ്ഞിരുന്നു. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയാമോ? ഈ മുഴുവൻ പ്രതിസന്ധിയും തുടങ്ങുന്നത് ഒരു ചിന്തയിൽ നിന്നോ ഒരു ആശയത്തിൽ നിന്നോ അല്ല, മറിച്ച് വളരെ ലളിതമായ ഒരു കാഴ്ചയിൽ നിന്നാണ്. ദൃഷ്ട്വ. ഈ ഒരൊറ്റ വാക്കിലാണ് എല്ലാം തുടങ്ങുന്നത്. അതിൻ്റെ അർത്ഥം കണ്ടിട്ട് എന്നാണ്. യുക്തിയോ ചിന്തയോ അല്ല, കൺമുന്നിൽ കണ്ട ആ കാഴ്ചയാണ് ഇവിടെ എല്ലാത്തിനും കാരണമായത്. അപ്പോൾ ആരെയാണ് അദ്ദേഹം കണ്ടത്? സ്വജനം, അതായത് സ്വന്തം ആളുകളെ, സ്വന്തം ബന്ധുക്കളെയും കുടുംബാംഗങ്ങളെയും. അതായിരുന്നു യഥാർത്ഥ പ്രശ്നം. മുന്നിൽ നിൽക്കുന്നത് ഏതെങ്കിലും ഒരു അജ്ഞാത ശത്രുവല്ല, സ്വന്തം ചോരയാണ്. കാര്യങ്ങൾ അതിലും സങ്കീർണമാക്കിയത് ഈ വാക്കാണ്, യുയൂത്സും. മുന്നിൽ നിൽക്കുന്നവർ യുദ്ധം ചെയ്യാൻ അതിയായി ആഗ്രഹിക്കുന്നവരാണ്. അവരെ ആരും നിർബന്ധിച്ചതല്ല. അവർ അർജുനനെതിരെ പോരാടാനും മരിക്കാനും തയ്യാറാണ്. ഇത് അദ്ദേഹത്തിന്റെ വേദന 10 മടങ്ങ് വർദ്ധിപ്പിച്ചു. അപ്പോ ഇത്രയും ഭീകരമായൊരു കാഴ്ച കണ്ടപ്പോൾ അർജുനന്റെ മനസ്സ് അതിനെപ്പറ്റി ചിന്തിച്ചു തുടങ്ങും മുൻപേ ശരീരം പ്രതികരിച്ചു തുടങ്ങി. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ശ്രദ്ധിച്ചു നോക്കൂ. അദ്ദേഹം ആദ്യം പറയുന്നത് തന്റെ ശരീരത്തെക്കുറിച്ചാണ്. എൻ്റെ അവയവങ്ങൾ തളരുന്നു, എൻ്റെ വായു വരളുന്നു. അതിഭയമോ സമ്മർദ്ദമോ ഉണ്ടാകുമ്പോൾ ആർക്കും സംഭവിക്കാവുന്ന കാര്യങ്ങളാണിത്. മനസ്സ് സത്യം അംഗീകരിക്കുന്നതിന് മുമ്പ് ശരീരം അത് വിളിച്ചു പറയുകയാണ്. അതായത് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയം ഇതാണ്: നമ്മുടെ ബോധമനസ്സ് ഒരു സത്യം തിരിച്ചറിയുന്നതിന് എത്രയോ മുൻപ് തന്നെ നമ്മുടെ ശരീരത്തിന് അത് അറിയാമായിരിക്കും. ഇത്രയധികം തകർന്നുപോയ ദുർബലനായൊരു നിമിഷത്തിൽ അർജുനൻ ആരോടാണ് സംസാരിക്കാൻ തിരഞ്ഞെടുക്കുന്നത്? അതാണ് അടുത്ത പ്രധാനപ്പെട്ട കാര്യം. ഇവിടെയാണ് ഏറ്റവും രസകരമായ ഒരു കാര്യം. അദ്ദേഹം ഋഷികേശനെന്നോ അച്യുതനെന്നോ പോലുള്ള വലിയ ദൈവീക നാമങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ല. പകരം വളരെ ലളിതമായി കൃഷ്ണ എന്ന് വിളിക്കുന്നു. ഇതൊരു പ്രാർത്ഥനയല്ല, മറിച്ച് താൻ ലോകത്തിൽ ഏറ്റവും വിശ്വസിക്കുന്ന സുഹൃത്തിനോട് തൻ്റെ തകർച്ച ഏറ്റുപറയുകയാണ്. തൻ്റെ ഏറ്റവും ദുർബലമായ നിമിഷത്തിൽ ശക്തനായി അഭിനയിക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നില്ല. പകരം എല്ലാം തൻ്റെ സുഹൃത്തിനോട് തുറന്നു പറയുന്നു. അർജുനനും കൃഷ്ണനും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ആഴം നമുക്കിവിടെ കാണാം. ഈ വിശ്വാസമാണ് വരാനിരിക്കുന്ന വലിയ ഉപദേശത്തിൻ്റെ അടിത്തറ. ശരി, ഇത്രയും നേരം നമ്മൾ 3000 വർഷം മുൻപുള്ള ഒരു കഥയാണ് പറഞ്ഞത്. പക്ഷേ ഈ വിശകലനം ഇന്ന് നമുക്ക് ഓരോരുത്തർക്കും എങ്ങനെയാണ് പ്രസക്തമാകുന്നത്? അർജുനന്റെ ഈ അനുഭവം നമുക്കെല്ലാവർക്കും ഒരു പാഠമാണ്. അപ്പോൾ ഈ ഒരൊറ്റ ശ്ലോകത്തിൽ നിന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താൻ കഴിയുന്ന ചില കാര്യങ്ങളുണ്ട്. ഒന്നാമതായി, നമ്മുടെ ശരീരം നൽകുന്ന സൂചനകൾ ശ്രദ്ധിക്കുക. അത് പലപ്പോഴും സത്യം പറയാറുണ്ട്. നമ്മുടെ ബലഹീനതകൾ തുറന്നു പറയുന്നത് ഒരുതരം ശക്തിയാണ്. പിന്നെ നമ്മളെ കേൾക്കാനും മനസ്സിലാക്കാനും കഴിയുന്ന വിശ്വസ്തരായ സുഹൃത്തുക്കൾ ജീവിതത്തിൽ വേണം. ഇപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയ സ്ഥിതിക്ക് നമുക്ക് ആ ശ്ലോകത്തിൻ്റെ പരിഭാഷ ഒന്നുകൂടി കേൾക്കാം. ഓരോ വാക്കിനും ഇപ്പോൾ എത്രമാത്രം ആഴമുണ്ടെന്ന് ശ്രദ്ധിച്ചു നോക്കൂ. അപ്പോൾ ഈ ഒരു ചോദ്യം നിങ്ങൾക്കായി വിട്ടുതന്നുകൊണ്ട് നമുക്ക് നിർത്താം. ഈ പുരാതന ശ്ലോകം നൽകുന്ന പാഠം നമ്മുടെ സ്വന്തം ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കുന്ന ഒരു ചോദ്യം. ഇന്ന് നിങ്ങളുടെ ശരീരം നിങ്ങളോട് എന്താണ് പറയുന്നത്? വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.